ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ള വാക്കേ കേട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ കയ്യക്ഷരം മോശം, നമ്മൾ എഴുതുന്നത് തെറ്റിക്കുന്നു, അടി അടി നല്ല അടി അത് തന്നെ. ഒരു ആനുകൂല്യങ്ങളും എവിടെന്നും പറ്റിയിട്ടില്ല. അത് കാരണം കൊണ്ട് സറണ്ടർ ചെയ്യാൻ തയ്യാറല്ല. നാള് 2020 കൂടെയൊക്കെ പ്രവർത്തിച്ചു നോക്കി. പക്ഷേ പിന്നെ അത് നമുക്ക് പറ്റിയ പണിയല്ല എന്ന് മനസ്സിലായി. കേരളത്തിൻ്റെ വ്യവസായ അന്തരീക്ഷം മാറിയത് ഇപ്പം ഭരിക്കുന്നവരുടെ മിടുക്കൊണ്ടൊന്നുമല്ല, അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. വോൾട്ടേജ് ഗാർഡ്, അപ്പോൾ അത്ര നീട്ടി വലിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഗാർഡ് പിന്നെ ജനം താങ്കൾ പറഞ്ഞ മാതിരി പറയാൻ തുടങ്ങിയ വി ഗാർഡ് ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയാണ് ഇന്ന് മാതൃഭൂമിക്കൊപ്പം. ഹാർദവമായ സ്വാഗതം ശ്രീ കൊച്ചൗസേപ്പ്. താങ്ക് യു. താങ്കളുടെ ഒരു എന്താ പറയുന്നത്, ഈ വ്യവസായ ജീവിതം തുടങ്ങുന്നത് 70കളിലാണ്. അതായത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് താങ്കൾ ബിരുദം നേടുന്നു. അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ സെൻറ്റ് തോമസിൽ നിന്ന് ഫിസിക്സിൽ MSc നേടുന്നു. പിന്നീട് ടെലിക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ താങ്കളുടെ ഒരു ഔദ്യോഗിക ജീവിതം കുറച്ച് കാലത്തേക്ക്. അവിടെ വില്ലേജ് സ്റ്റെബിലൈസേഴ്സ്, അതുപോലെ തന്നെ എമർജൻസി ലാംപ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു ടെലിക്സ്. ഞാൻ കോളേജിൽ പഠിച്ചിരുന്നപ്പോഴൊന്നും ഒരിക്കൽ പോലും ഒരു ബിസിനസ്സുകാരനാവണമെന്ന് എൻ്റെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല. ഒരു നല്ല ജോലി, എനിക്ക് ടെക്നോളജി താല്പര്യമായിരുന്നു, റിസർച്ച് താല്പര്യമായിരുന്നു. അപ്പോൾ ഞാൻ അധികം അപേക്ഷകൾ അയച്ചത് ISRO, BARC അങ്ങനെയൊക്കെയുള്ള അവിടെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുമായിരുന്നെങ്കിൽ വി ഗാർഡ് ഉണ്ടാവില്ലായിരുന്നു. പിന്നെ കിട്ടിയ ജോലിക്ക് പോയി. അതായിരുന്നു ട്രിവാൻഡ്രത്തുള്ള ആ ജോലി. അത് ചെറിയ ഒരു സ്ഥാപനമായിരുന്നു. ആ സ്ഥാപനം ഇപ്പം ഇന്നില്ല. എനിവേ, അപ്പോൾ അവിടെ ഒരു 3 വർഷം ജോലി ചെയ്തു. അപ്പോൾ ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നില്ല, ആ സ്ഥാപനത്തിൻ്റെ പുരോഗതിയില്ല. പക്ഷേ എനിക്ക് ഒത്തിരി അവിടെ നിന്ന് അറിവ് നേടാൻ പറ്റി. അപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ട് അതിന് പുരോഗതി കിട്ടിയില്ല. 3 വർഷം കൊണ്ട് ഞാൻ പല ജോലി അന്വേഷിച്ചു, കിട്ടുന്നില്ല. അങ്ങനെ രണ്ടും കൽപ്പിച്ച് എന്നാൽ ശരി റിസൈൻ ചെയ്ത് തുടങ്ങിക്കളയാം എന്നുള്ളൊരാശയം വെച്ചിട്ടാണ്. കോളേജിൽ പഠിക്കുമ്പോൾ രാഷ്ട്രീയം വല്ലതും ഉണ്ടായിരുന്നോ? കോളേജിൽ പഠിക്കുമ്പോൾ ചെറിയ ഒരു ചായവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പിന്നെ ഇതൊക്കെ മാറിപ്പോയി. അങ്ങനെ കോളേജ് ക്യാമ്പസ് പൊളിറ്റിക്സിലൊന്നും അങ്ങനെ സജീവമായിട്ട് പൊളിറ്റിക്സിലുണ്ടായിരുന്നില്ല. ഒരു തവണ എന്നെ പിടിച്ച ഇലക്ഷനൊക്കെ നിർത്തി. എന്തുകൊണ്ടോ ഭാഗ്യത്തിന് ജയിച്ചു. ക്രൈസ്റ്റിലാണോ അല്ലെങ്കിൽ സെന്റ് തോമസ് കോളേജിൽ. അത് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക്. അപ്പോൾ അത് അവർക്ക് ഒരു, ഞാൻ ആ സമയത്ത് അവിടെ ഹോസ്റ്റലുണ്ട്. അപ്പോൾ ഞാനവിടെ പോസ്റ്റ് ഗ്രാജുവേഷനാണ്. അപ്പോൾ അവർക്കൊരു ഒരു സമ്മതനായിട്ടുള്ള ഒരാൾ പാനലാണോ അല്ലെങ്കിൽ അതൊന്നും പറയാൻ പാടില്ല. ഞാൻ സ്വതന്ത്രനായിട്ട് നിന്ന്, കാരണം സ്വതന്ത്രനായിട്ട് നിന്നിട്ട് അവരെ കൊണ്ട് സപ്പോർട്ട് ചെയ്യിച്ചു. അന്ന് സെന്റ് തോമസിൽ പക്ഷെ എനിക്ക് തോന്നുന്നു പ്രബലമായ പാർട്ടി KSU ആണോ? KSU ഉണ്ട്, SFI ഉണ്ട്, ശക്തമായ പോരാട്ടമായിരുന്നു. KSC ഉണ്ട്, വളരെ ശക്തമായ പോരാട്ടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിൽ. അല്ല, അതിൽ ജസ്റ്റ് ഒരു വർഷത്തേക്ക് ഞാൻ 1-2 തവണ കാലിക്കട്ട് പോയിന്ന് മാത്രം. അപ്പോൾ രാഷ്ട്രീയവുമായിട്ട് ആ സമയത്ത് തന്നെ ഒരു ബന്ധമുണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല. അതന്ന് ഒരു സാഹചര്യത്തിൽ ഫ്രണ്ട്സൊക്കെ നിർബന്ധിച്ച് നമ്മൾ കയറി നിന്നു, അവർ നമ്മൾ ജയിപ്പിക്കുന്നു, അത്ര തന്നെ. അപ്പം അന്ന് പ്രസംഗമൊക്കെ ഉണ്ട്. പ്രസംഗമൊക്കെ പറയാൻ പേടിയായിരുന്നു, റിയലി. പ്രസംഗമൊക്കെ പറയാൻ പേടിയായിരുന്നു. അതൊക്കെ പിന്നീട് പഠിച്ചെടുത്തുള്ളൂ. അത് ശരി. അപ്പോൾ ഈ ടെലിക്സിൽ ഒരു മുന്നോട്ട് ഇനി അധികം സഞ്ചരിക്കാനുള്ള ഒരു സ്പേസ് ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിവിലാണ് ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത്. അല്ല, വേറെ ഒന്നും കിട്ടിയില്ല എന്നുള്ളൊരു വിഷയമൊന്നും. ISROയിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇവരിന് ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നില്ല, കുറേശ്ശെ പുറകോട്ടാണെന്ന് തോന്നാൻ തുടങ്ങി. അപ്പോൾ രണ്ടും കൽപ്പിച്ചങ്ങ് റിസൈൻ ചെയ്ത് തുടങ്ങി. ടെലിക്സ് പക്ഷേ കുറച്ച് പിന്നിലേക്കാണ് പോകുന്നതെങ്കിലും ഈ സ്റ്റെബിലൈസേഴ്സിന്റെ കാര്യത്തിൽ വലിയൊരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി. അങ്ങനെയൊന്നും തോന്നിയിട്ടല്ല. ഞാൻ അന്ന് കിട്ടിയിരുന്ന ശമ്പളത്തിൻ്റെക്കാളും കൂടുതലായിട്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വിറ്റാൽ നേടാൻ പറ്റുന്നുള്ളൊരു, അല്ലാതെ ഇത്ര വലിയ ദീർഘവീക്ഷണമൊന്നും അന്നില്ല. അന്ന് ഈ റെഫ്രിജറേറ്റർ തന്നെ പോപ്പുലർ ആയിട്ടില്ല. പിന്നെ ടെലിവിഷൻ വന്നിട്ട് പോലും ഇല്ല. പക്ഷേ ഈ പവർ കട്ടും അതുപോലെ തന്നെ, കാരണം ഒരു റെഗുലർ പവർ സപ്ലൈ എന്ന് പറയുന്നത് അന്ന് അത്ര, അത് ഈ സ്റ്റെബിലൈസർ ടാറ്റ കമ്പനിക്കുണ്ട്,
ഈവൻ കെൽട്രോണുണ്ട്, പിന്നെ ബോംബെ നിന്നൊക്കെ പല കമ്പനികളുണ്ട്. അപ്പോൾ ആ സ്ഥാപനത്തിലുള്ളപ്പോൾ എനിക്കതൊക്കെ അഴിച്ച് റിപ്പയർ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അപ്പോൾ ഇതിനേക്കാളും ബെറ്ററായിട്ട് ടെക്നോളജി വൈസ് ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെ ഒരു തോന്നലായിരുന്നു എൻ്റെ പുറകിലെ. അപ്പോൾ അത് ഈ ടെലിക്സ് വിട്ടിട്ട് എന്താ പറയുന്നത്, നമ്മൾ വി ഗാർഡ് തുടങ്ങുന്നു. ഈ വി ഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വി ഗാർഡ് ഞങ്ങൾ സംരക്ഷിക്കുന്നു എന്ന അർത്ഥത്തിലാണോ? അതിനാണോ വി ഗാർഡ്? അല്ല 230 V വോൾട്ടേജ് അത്രേ ഉള്ളൂ. അപ്പോൾ വോൾട്ടേജ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അതിനൊരു പേര് വേണം. അപ്പോൾ വോൾട്ടേജ് ഗാർഡ്, അപ്പോൾ അത്ര നീട്ടി വലിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വി ഗാർഡ്. പിന്നെ ജനം താങ്കൾ പറഞ്ഞ മാതിരി പറയാൻ തുടങ്ങിയ WV ആണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. അത് ആ ഒരു കൺസെപ്റ്റ് എങ്ങനെ വരുന്നത് ശരിക്കും? അല്ല, അത് നമ്മൾ കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുക, എന്ത് പേരിടണം, നമ്മുടെ പ്രോഡക്റ്റിന് എന്ത് പേരിടണം. അപ്പോൾ ഇതിന് യോജിച്ചൊരു പേര് വേണമല്ലോ. അപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ചു. അന്ന് നമുക്കൊരു അഡ്വർടൈസിങ് ഏജൻസിയെ വെക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. സ്വയം ഒരു പേരൊക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ മീതൊരു വട്ടമൊക്കെ വരച്ച് നമ്മൾ തന്നെ ഒരു ലോക്കൽ ചെറിയൊരു ആർട്ടിസ്റ്റിനെ കൊണ്ട് അതൊക്കെ ഒന്ന് ഭംഗിയായി വരപ്പിച്ച്, പയ്യൻ കമ്പനിയിലൊരു പ്രിന്റിങ് പ്രസ് ഉണ്ടായിരുന്നു, പയ്യൻ കമ്പനി. അവിടെ കൊടുത്തതിൻ്റെ ഒരു പ്രിന്റ് ചെയ്യിച്ച് ഒരു ലീഫ്ലെറ്റൊക്കെ ഉണ്ടാക്കി. എങ്ങനെയായിരുന്നു അപ്പോൾ അതിന്റെ മാർക്കറ്റിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? അല്ല, അത് തുടക്കത്തിൽ മാസം 50 എണ്ണമൊക്കെ ഉണ്ടാക്കുകയുള്ളൂ, ടു സ്റ്റാർട്ട് വിത്ത്. 2 ജോലിക്കാരുണ്ടായിരുന്നുള്ളൂ. എത്ര നിക്ഷേപം ആ സമയത്ത് ഉണ്ടായിരുന്നു? 2 ഘട്ടമായിട്ട് ഫാദറിൻ്റെ കയ്യിൽ നിന്നാണ് 50,000, 1 ലക്ഷം വാങ്ങിച്ചത്. ആദ്യം ഫാദറിനോട് പറഞ്ഞൊരു 50,000 രൂപയൊക്കെ മുടക്കിയാൽ വീണ്ടും ബാങ്ക് 50,000 തരുന്നതാണ് കേട്ടിരിക്കണേ. പക്ഷെ ബാങ്ക് തന്നൊന്നുമില്ല. അവർ പറഞ്ഞു ഇതൊന്നും വർക്കാവില്ല. അല്ല, അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ടെക്നിക്കൽ ടീം അനലൈസ് ചെയ്തിട്ട് പറഞ്ഞത് ബ്രാൻഡുകൾ കെൽട്രോൺ, ടാറ്റ കമ്പനിയൊക്കെ ഉണ്ട്. വീണ്ടും ഫാദറിൻ്റെ നിന്ന് വാങ്ങിച്ച് ഇങ്ങനെ മൊത്തം 1 ലക്ഷം വാങ്ങിച്ചുള്ളൂ കേട്ടോ. അതിന്റെ ഫസ്റ്റ് കസ്റ്റമർ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ ഇതിന്റെ? കസ്റ്റമർ എന്ന് വെച്ചാൽ നമ്മൾ കടകളിലാണ് സമീപിക്കുക, ഈ റെഫ്രിജറേറ്റർ വിൽക്കുന്ന കട. അപ്പം ഫസ്റ്റ് വിറ്റുപോയ കട എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ ആ കട ഇപ്പം ഒന്നും ഇല്ല. അത് കൊച്ചിൻ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടോക്കച്ചിൻ്റെയൊക്കെ സ്ഥാപകൻ കെ വർഗീസ് അങ്ങേരുടെ ഷോപ്പായിരുന്നു അത്. ആ കടയിൽ ഒക്കെ നിർത്തിപ്പോയി. അങ്ങേരിപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പം അതൊരു ഫസ്റ്റ് സെയിൽ എങ്ങനെയായിരുന്നു അത്? അല്ല, അങ്ങനെയല്ല, നമ്മൾ ഇതുപോലുള്ള കടകളിലൊക്കെ കൊണ്ടുവച്ച്, അപ്പോൾ അവർ പറയും വിൽക്കുകയാണെങ്കിൽ കാശ് തരാം. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് പോയി അന്വേഷിക്കും. അപ്പോൾ നോക്കിയപ്പോൾ ഒരെണ്ണം വിറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ അത് വലിയ സന്തോഷമായി. അങ്ങനെ പടിപടിയായിട്ടായിരുന്നു. അതിനന്ന് എത്ര? 495 രൂപ. അപ്പോൾ കെൽട്രോണിന് 490 ഉള്ളൂ. പിന്നെ നെൽക്കോയ്ക്കും കുറവായിരുന്നു. അപ്പോൾ എന്താ അതിന് കൂടുതലെന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ ഒരു വിശ്വാസം ക്വാളിറ്റി, പല എക്സ്ട്രാ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അങ്ങനെ ചെറിയൊരു അഹങ്കാരം, അതായത് കൂടുതൽ ഗ്യാരണ്ടി ഒക്കെ പറഞ്ഞു. പിന്നെ വിറ്റിട്ട് കാശ് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ. ആദ്യത്തെ കൊല്ലം എത്ര സെയില്? ഞാൻ പറഞ്ഞില്ലേ, ശരാശരി മാസം തുടക്കത്തിൽ 50 എണ്ണമൊക്കെ ആയിരുന്നു. പക്ഷെ 50 കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് 75 കുറച്ച് മാസം കൂടിയും കഴിഞ്ഞപ്പോൾ അത് 100, 200, പിന്നെ അത് 500. ഞാൻ പറഞ്ഞില്ല, ആദ്യം 2, പിന്നെ 4, പിന്നെ 8, പിന്നെ 16, അങ്ങനെ കുട്ടി വേണ്ടുന്നതാ. ഇപ്പം 48 വർഷമായല്ലോ. ആ സമയത്തെ ഒരു നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ഇപ്പോഴത്തെ അന്തരീക്ഷവും തമ്മിൽ? അല്ല, അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. എനിക്കൊരു ചെറിയ സ്ഥാപനം തുടങ്ങണം. അപ്പം അതിൽ ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി അന്ന് അടിയന്തരാവസ്ഥയാണ്. അപ്പോൾ എൻ്റെ ഒരു കസിൻ അന്ന് ബാങ്ക് മാനേജറാണ്, സീനിയറായിട്ടുള്ളൊരു കസിൻ. പുള്ളി പറഞ്ഞു, നീ എന്ത് പണിയാണ് കാണിക്കണം, ഈ സമയത്താണോ തുടങ്ങുക? ഞാൻ വെച്ചാൽ എന്താ പ്രശ്നം? ഇപ്പം അടിയന്തരാവസ്ഥയല്ലേ. ഞാൻ വെച്ചാൽ അതിനെന്താ പ്രശ്നം? അയ്യോ, ഇത് ഒരിക്കലും പറ്റിയ സമയമല്ല, നീ ആ ജോലിയിൽ തന്നെ തുടരേ, ഇതൊക്കെ ഒന്ന് കാലാവസ്ഥ ഒന്ന് മാറി വരട്ടെ. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല, അതായത് നമ്മളതൊന്നും ചിന്തിക്കുന്നില്ല, നമ്മുടെ ഉപജീവനം. പക്ഷെ അതിലെനിക്ക് തോന്നുന്നു ഒരു രസകരമായൊരു സമാനതയുണ്ട്. അതായത്
ഈ സ്റ്റാർട്ടപ്പ് അധികം എന്താ പറയുന്നത് ആരും അറിയാത്ത ഒരു കാലത്തിലാണ് താങ്കൾ ഇത് തുടങ്ങുന്നത്. ആ സമയത്ത് തന്നെയാണ് വാസ്തവത്തിൽ കേന്ദ്ര രാഷ്ട്രീയത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു പരീക്ഷണം ജയപ്രകാശ് നാരായണ നടത്തുന്നത്. ഓ, അതൊക്കെ അവിടെ ആ സമയത്ത് അറിയാലോ, എല്ലാം കാരണം ഇങ്ങനെ മാറി ആദ്യമായിട്ട് കോൺഗ്രസിന് ഒരു ബദൽ വരുന്നു, വരുന്നു. ഒരു ബദൽ സർക്കാർ വരുന്നു അല്ലേ. ആ പരീക്ഷണം പിന്നീട് പരാജയപ്പെട്ട് 2 കൊല്ലമേ നിന്നുള്ളൂ. 77 തൊട്ട് 80 വരെ 3 കൊല്ലത്തോളം കഷ്ടിച്ച് നിന്നുള്ളൂ. 80-ൽ ഇന്ദിരാഗാന്ധി തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ ഒരു ബദൽ മാർഗമുണ്ട് എന്തിനും എന്നുള്ളതിന്റെ ഒരു സൂചനകളായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് പേപ്പർ തന്നെ വായിച്ചിരുന്നു എന്ന് സംശയം. ഇതിന്റെ ഒരു ബന്ധപ്പാടായിരുന്നു. ഇതിന്റെ ബന്ധപ്പാടില് അപ്പൊ അതൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു. തുടക്കത്തില് സ്ട്രഗിളിങ് പീരീഡ് തന്നെയായിരുന്നു. പക്ഷെ നമുക്ക് പിന്നെ അതൊരു ഹരമായിരുന്നു. അതായത് നമ്മുടെ ഒരു സാധനം, ഒരു കോൺസെപ്റ്റ് അത് വിജയിപ്പിക്കുക എന്നുള്ള, അതെനിക്ക് തോന്നുന്നു എല്ലാ എന്റർപ്രണേഴ്സും അങ്ങനെ തന്നെയായിരുന്നു. എനിക്കത് എത്ര വർഷം എടുത്തു സാർ അതൊന്ന് ഒരു അല്ല, ഞാൻ പറയും എൻ്റെ ഗ്രാഫ് ഇങ്ങനെ പയ്യെ പയ്യെ മുകളിലോട്ട് തന്നെയായിരുന്നു. പെട്ടെന്ന് തലകുത്തി കീഴോട്ട് പോയിട്ടില്ല പലപ്പോഴും. ചെറിയ വേരിയേഷൻസ് ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി. അതായത് ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ പറയുന്നു ഇനി അടുത്ത കൊല്ലം തൊട്ട് പവർ കട്ടൊന്നും ഉണ്ടാവില്ല, ഒക്കെ ശരിയാക്കും, ഇപ്പം ശരിയാകും. അപ്പോൾ സംഗതി കേൾക്കാൻ നാട്ടുകാർക്ക് കൊള്ളാം, പക്ഷെ നമ്മുടെ ചങ്കാണ് ഇടിക്കണത്. നമ്മുടെ കഞ്ഞിയിലാണ് പാറ്റ വീഴുക. അത് ശരി. അപ്പോൾ ഉടനെ വേറെ പ്രോഡക്റ്റിലേക്ക് കടന്നു. ഇതിലേക്ക് കടന്നു. രണ്ടാമത് തുടങ്ങിയത് പമ്പായിരുന്നു, വാട്ടർ പമ്പ്സ്, ഡൊമസ്റ്റിക് ചെറിയ പമ്പുകൾ, വീട്ടാവശ്യത്തിനുള്ള. കാരണം അപ്പോഴേക്കും നമ്മുടെ നാട്ടിലൊക്കെ ടൗണിലൊക്കെ വാട്ടർ ഷോർട്ടേജ് തുടങ്ങി. അതായത് പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആദ്യം വീട് വെച്ചപ്പോൾ വെള്ളം വീടിൻ്റെ മുകളിൽ കയറുമായിരുന്നു. പിന്നെ കയറാതായപ്പോൾ അടിയിൽ മറ്റേ അണ്ടർഗ്രൗണ്ട് ടാങ്ക് പണിത് അതിലേക്ക് വരുത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് അടിച്ച് കയറ്റലായി. അങ്ങനെ അപ്പോൾ അതിനൊരു പമ്പിന് ചെറിയ ചെറിയ പമ്പുകൾക്ക്, അതിനു മുമ്പൊക്കെ കൃഷി ആവശ്യങ്ങളൊക്കെ ആയിരുന്നു പമ്പുകൾ. അല്ല, ഞാൻ എപ്പോഴും താങ്കളുടെ ജീവിത കഥ പഠിക്കുമ്പോൾ ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടായിരുന്നു എന്നൊരു കേട്ടിട്ടുണ്ട്. അത് ഇപ്പോഴും അതെനിക്ക് സ്പീഡിലൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടാണ്. കാരണം ധാരാളം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തും. അതായത് ഇതൊക്കെ ഇങ്ങനെ ആൽഫബറ്റ്സ് ഒക്കെ ഇങ്ങനെ മറിഞ്ഞു പോകും. അതായത് ഡി എഴുതുന്നിടത്ത് ഡി എഴുതും, അല്ലെങ്കിൽ അങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ധാരാളം. അതിപ്പോഴും അങ്ങനെ പരീക്ഷ എഴുതുമ്പോൾ അപ്പോൾ അതൊരു പ്രശ്നമായിരുന്നു. അത് എനിക്ക് റിട്ടേൺ എക്സാമിനേഷന് മാർക്ക് വളരെ കുറവും പ്രാക്ടിക്കലിന് മാക്സിമം കിട്ടിയിരുന്ന ഒരാളാണ് ഞാൻ. അപ്പം അത് എനിക്ക് തോന്നുന്നു സ്കൂൾ തൊട്ട് അതൊരു പ്രശ്നമാണ് അല്ലേ? അതെ, ഇപ്പോഴും ഒരു പ്രശ്നമാണ് എനിക്ക്. പിന്നീടാണ്, പക്ഷെ അന്ന് കാലത്ത് അതിൻ്റെ ഗൗരവം അറിയില്ലായിരുന്നു. അന്ന് ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ള വാക്കേ കേട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ കൈയക്ഷരം മോശം, നമ്മൾ എഴുതുന്നത് തെറ്റിക്കുന്നു, അടി അടി നല്ല അടി, അത് തന്നെ. അല്ല, അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അന്ന് എന്തിനും എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ നമ്മള് ഉഴപ്പുന്നതാണെന്നൊക്കെ ഉള്ള ഒരു ധാരണയിലായിരിക്കും അധ്യാപകരും അതുപോലെ മറ്റുള്ളവരും സ്പീഡിൽ എഴുതി വരുമ്പോൾ തെറ്റിച്ചിട്ടുണ്ടാവും. പിന്നെ ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ അത് മോശം. അപ്പോൾ ഒരു തവണ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഒരു സാറ് അങ്ങനെ എന്നെ കളിയാക്കി. പക്ഷെ എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ പറഞ്ഞാൽ നിനക്ക് നല്ല ഭാവിയുണ്ടല്ലോ, നീ ഡോക്ടറാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒന്ന് ആഹ്ലാദിച്ചു. എന്താ പറഞ്ഞെന്ന് വെച്ചാൽ കയ്യക്ഷരമാണ് വിഷയം. ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ അല്ല, അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇംഗ്ലീഷ് എക്സാം, അപ്പോൾ ഈ സ്പെല്ലിംഗ് ഒരു പ്രധാനമുള്ളൂ ഇംഗ്ലീഷ് പരീക്ഷയ്ക്കൊക്കെ. എനിക്ക് ലാംഗ്വേജസിൽ മിനിമം മാർക്കിലേ ഞാൻ ജയിച്ചു വന്നിട്ടുള്ളൂ. ലാംഗ്വേജസിൽ എപ്പോഴും അങ്ങനെയാണ്. ലാംഗ്വേജസിലൊക്കെ എനിക്ക് ഏറ്റവും മിനിമം മാർക്കായിരുന്നു. പക്ഷെ വീട്ടുകാർക്ക് ഇത് അറിയാമായിരുന്നു? ഇതൊരു വീട്ടുകാർക്ക് അറിയില്ല അങ്ങനെ ഒരു നമ്മള് ഉഴപ്പനാന്നുള്ള ഒരു വിചാരമാണ്. പക്ഷെ അതേസമയം എനിക്ക് സയൻസിലും മാത്സിലും മാർക്ക് കിട്ടണമുണ്ട്, അത് കാരണം കൊണ്ട് ജയിച്ചു പോകണമുണ്ട്. അല്ല, പിന്നീട് എപ്പോഴും ഞാനൊരു അഭിമുഖത്തിൽ താങ്കൾ പറഞ്ഞായിട്ട് ഓർക്കുന്നുണ്ട്, ഇപ്പോഴും ലെറ്റേഴ്സ് ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് ഒരു ചെറിയ പ്രശ്നമുണ്ട് അല്ലേ? അല്ല, ഇപ്പോഴും ഞാൻ എൻ്റെ സെക്രട്ടറിയെ കൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത്. ഞാൻ അത് ഓഡിയോ കൊടുത്തിട്ട് ഡ്രാഫ്റ്റ് ചെയ്യിക്കലാണ്. അല്ലെങ്കിൽ ഇരട്ടി സമയം എടുക്കും. കാരണം ഞാൻ എന്തിനാണ് പാടുപെടുന്നത്? സെക്രട്ടറിക്ക് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ, അവിടെ പറഞ്ഞു കൊടുത്താൽ പോരെ.
തുടക്കത്തിൽ ജോലിക്ക് എടുത്തപ്പോൾ അത് SSLC പരാജയപ്പെട്ടവരാണ് എടുത്തതെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ശരിയാണോ? അതിന് ഇത്രയുള്ള കാര്യം, അതായത് ഞാനൊരു വീടിൻ്റെ സൈഡിലുള്ള ഒരു ഓഡിറ്റ് ഷെഡിലാണ് തുടങ്ങണത്. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കാനായിട്ട് ഒരു ഗ്രാജുവേറ്റ്സും വരില്ല എന്ന് എനിക്കറിയാം. അവർ വന്നാൽ തന്നെ നിൽക്കില്ല. അപ്പോൾ ജസ്റ്റ് മതി, കാരണം ഏതായാലും അവരെ പഠിപ്പിച്ചെടുക്കണം. അപ്പോൾ A to Z നമ്മൾ തന്നെയാണ് പഠിപ്പിച്ചെടുത്തത്. ഈ വീട്ടു സെറ്റിൽ പിന്നെ എങ്ങനെയാ മാറിയതൊക്കെ, വേറൊരു യൂണിറ്റ് തുടങ്ങുകയൊക്കെ അങ്ങനെ ചെയ്യുന്നു? അല്ല, അത് ഇങ്ങനെ സ്പേസ് കൺസ്ട്രെയിൻ വന്നപ്പോൾ അടുത്ത് വേറെ സ്ഥലം കൂടി വാടകയ്ക്ക് എടുത്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വാടകയ്ക്ക് എടുത്ത സ്ഥലം വാങ്ങിച്ചു. ഇനി എങ്ങനെ 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 നമ്മുടെ ആദ്യത്തെ ഒരു പരസ്യം എങ്ങനെയായിരുന്നു? പരസ്യം പരസ്യം പത്രത്തിലായിരുന്നു? അന്നത്തെ കാലത്ത് ഭാഗ്യത്തിന് TV ഇല്ല, അപ്പോൾ ആ പ്രശ്നമില്ല. പിന്നെ റേഡിയോ ഉണ്ട്, പത്രമുണ്ട്, മാഗസിനുകളുണ്ട്. ഈ ഗൃഹലക്ഷ്മിയൊക്കെ അന്നുണ്ട്. അപ്പം അതിലൊക്കെ ഹാഫ് പേജൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് കൊടുക്കും. ഇങ്ങനെ പേപ്പറിലും ചെറിയതൊക്കെ കൊടുക്കും. പിന്നെ മെയിനായിട്ട് ആദ്യം ആശ്രയിച്ചിരുന്നത് പണ്ട് വാൾ പെയിൻറ്റിങ് എന്ന പരിപാടി ഉണ്ടായിരുന്നു. ഈ വീട്ടുകാരുടെ സ്ഥലം നമ്മൾ ചോരെഴുത്ത് എന്ന് വെച്ചാൽ രാഷ്ട്രീയ ചോരെഴുത്തല്ല, ശരിക്കും അതിൽ പടമൊക്കെ വരച്ച് ആർട്ടിസ്റ്റിനൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ ഹോർഡിങ്സ് വെക്കുക, അതൊക്കെയായിരുന്നു. ഈ പരസ്യം സ്വയം അപ്പോഴേക്കും ഒരു ചെറിയൊരു ഏജൻസി അല്ല, അതായത് ഏജൻസിയിൽ വർക്ക് ചെയ്ത ഒരുത്തിനെ കൊണ്ട് തല്ലിക്കൂട്ടി ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത്. AR റഹ്മാനെ തുടക്കത്തിൽ ഇത് തുടക്കത്തിൽ തന്നെയല്ല, അത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്കും നമുക്ക് ഏജൻസിയൊക്കെ ആയി. അപ്പോൾ അപ്പോഴേക്കും TV വന്നു. TV വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു TV കമേഴ്സ്യൽ പരസ്യം പിടിക്കാമെന്നായി. അപ്പോൾ ചെന്നൈയിലുള്ളൊരു മലയാളിയെ ഏൽപ്പിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇങ്ങനെ ഒരു പയ്യൻ, ഒരു ദിലീപ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, അവൻ കീബോർഡ് വായിക്കും, അവനെ കൊണ്ട് നമുക്ക് ട്യൂൺ ഉണ്ടാക്കാം, ശരി ചെറിയ പൈസ കൊടുത്താൽ മതി. അങ്ങനെയായിരുന്നു. പിന്നീടാണ് അങ്ങേര് ഭയങ്കരമായിട്ട് കയറിപ്പോയത്. എന്നിട്ട് ആ പരസ്യം ഞങ്ങൾ കുറേ നാൾ ഉപയോഗിച്ചു. ഇതിനിടയ്ക്ക് ശോഭന അന്നൊന്നും ആരും ആയിരുന്നില്ല, പുള്ളിക്കാരിയെ മോഡലൊക്കെ ആയിട്ട് വെച്ച് ചെയ്തിരുന്നു. പണ്ട് കാലത്ത് നമ്മൾ ഈ എഗ്രിമെൻ്റ് എഴുതുമ്പോൾ എത്ര നാളത്തേക്കൊന്നൊന്നുമില്ല. അവരൊരു ദിവസത്തെ ഷൂട്ടിങ്ങിന് വരുന്നു, നമുക്ക് ചെയ്തു തരുന്നു. പിന്നീടാണ് അവർക്ക് ഉർവശി അവാർഡൊക്കെ കിട്ടുന്നത്. നമ്മൾ ഈ സാധനം പിന്നെയും ഉപയോഗിച്ചു. 1-2 പ്രോഡക്റ്റുകൾ നിർത്തേണ്ടി വന്നിട്ടുണ്ട്. വാൾ ക്ലോക്കുകൾ, ഇലക്ട്രിക്, 2-3 ഐറ്റംസ് ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്, 3-4 ഐറ്റംസ് നിർത്തിയിട്ടുണ്ട്. അതുപോലെ ആദ്യം പമ്പ് കഴിഞ്ഞിട്ട് വാൾ ക്ലോക്ക് ഉണ്ടായിരുന്നു, ഇലക്ട്രോണിക് ക്ലോക്ക്. അത് പിന്നെ എന്തുകൊണ്ടോ ഞങ്ങൾ വിജയിച്ചില്ല. അതായത് വിചാരിച്ച പോലെ പ്രോഫിറ്റ്, അതിന് കുറേ സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തതാണ്. അത് നിർത്തേണ്ടി വന്നു, നിർത്തി. പിന്നീട് നമുക്ക് പമ്പ് തുടങ്ങിയതിന് ശേഷം PVC പൈപ്പ് ഉണ്ടായിരുന്നു, അതും ലാഭകരമല്ല എന്ന് മനസ്സിലായി, അത് നിർത്തി. പിന്നെ കേബിൾ തുടങ്ങിയതിന് ശേഷം ഹൗസ് വയറിംഗ് കേബിളാണ് ആദ്യം തുടങ്ങിയത്. ഇപ്പോഴും ഹൗസ് വയറിംഗ് കേബിൾ ഞങ്ങളുടെ നല്ലൊരു % V-ഗാർഡിൻ്റെ ടേൺ ഓവറിലുണ്ട്. അതിനുശേഷം ഈ അണ്ടർഗ്രൗണ്ട് കേബിൾ ഉണ്ടല്ലോ, അത് തുടങ്ങിയായിരുന്നു. പക്ഷെ അത് ഇലക്ട്രിസിറ്റി ബോർഡിനൊക്കെ സപ്ലൈ ചെയ്തിട്ട് കാശ് കിട്ടാണ്ടൊക്കെ വന്നപ്പോൾ സാരം അത് നിർത്തി. അങ്ങനെ ഈ നമ്മളൊരു സംരംഭം തുടങ്ങുന്നു, പക്ഷെ അത് വിജയിക്കുന്നില്ലെന്ന് കാണുമ്പോൾ അത് നിർത്താനുള്ള ഒരു ഇതുണ്ടല്ലോ, തീരുമാനം. അതിന് യാതൊരു ദയയില്ല. അത് നമുക്ക് ഗുണകരമല്ലെങ്കിൽ അതിന് നിർത്തുക തന്നെയല്ല, അത് എന്ത് ചെയ്യാൻ പറ്റും. കാരണം കുറേ നാളൊക്കെ ട്രൈ ചെയ്ത് നോക്കും, പിന്നെ എങ്ങനെയാലും നേരെയാക്കാൻ പറ്റുമെന്ന്. പിന്നെ ആ എഫർട്ട് നമ്മുടെ വേറെ ചില പ്രോഡക്റ്റിൽ എടുത്താൽ അതിനേക്കാളും ഗുണമുണ്ടെങ്കിൽ അത് പോരെ എന്നാണ്. V-ഗാർഡിൻ്റെ സ്റ്റെബിലൈസറിൻ്റെ സമയത്ത് തന്നെയാണോ കേരളത്തിന് പുറത്തേക്കുള്ള ഒരു വ്യവസായം? അങ്ങനെ അത് സ്റ്റെബിലൈസറിൻ്റെ മാർക്കറ്റ് ആദ്യം സെൻട്രൽ കേരള മാത്രമായിരുന്നു, തൃശ്ശൂർ, എറണാകുളം, കോട്ടയം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ 2-3 റെപ്രസെൻറ്റേറ്റീവ്സിനെ വെച്ച് ബാക്കി നോർത്ത് കേരളയും സൗത്ത് കേരളയിലൊക്കെ മാർക്കറ്റിംഗ് തുടങ്ങി. അത് കഴിഞ്ഞ് പതുക്കെ തമിഴ്നാട്ടിലേക്ക് കടന്നു. അത് കഴിഞ്ഞ് പതുക്കെ കർണാടകത്തിലേക്ക് മാർക്കറ്റിംഗ് വ്യാപിപ്പിച്ചു. പിന്നെ ഹൈദരാബാദിലേക്ക് വ്യാപിപ്പിച്ചു. അങ്ങനെ ഞാൻ പറയും, ഞാൻ
48 വർഷം എടുത്തു എന്നേ ഇതുപോലെ ആവാനായിട്ട്. ഇതിന്റെ ഇടയിൽ തൊഴിൽ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതും ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ട്. സമയത്ത് നമുക്ക് ഇത് നിർത്തി പോകാൻ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അതായത് തൊഴിൽ സമരം വി ഗാർഡ് തുടങ്ങിയിട്ടൊരു ഒരു 7 വർഷം 6 വർഷം കഴിഞ്ഞിട്ട് തൊഴിൽ സമരം വന്നുള്ളൂ. അപ്പോഴേക്കും നമുക്കൊരു സ്ട്രെങ്ത് ആയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഓൾ കേരള പ്ലസ് തമിഴ്നാട്ടിലേക്കൊക്കെ മാർക്കറ്റിംഗ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ പ്രോബ്ലം, കാരണം മാർക്കറ്റിൽ സാധനം ഡിമാൻഡ് ഉണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഔട്ട്സോഴ്സിങ് തുടങ്ങിയത്. ആക്ച്വലി അതൊരു ഗുണകരമായി. കുറേ ചാരിറ്റബിൾ ഓർഗനൈസേഷനിൽ ഔട്ട്സോഴ്സിങ് ഏർപ്പെടുത്തി. അല്ല, അതൊരു ഗംഭീര നീക്കമായിരുന്നു. കാരണം എനിക്കിവിടെ ആ ഐഡിയ എങ്ങനെ വരുന്നത്? അല്ല, നമ്മൾ ഈ ബുക്കിലൊക്കെ വായിച്ചിട്ടുണ്ട്, ജപ്പാനിൽ കുടിൽ വ്യവസായം പോലെയാണ് പല ബ്രാൻഡഡ് കമ്പനികളും ഉണ്ടാക്കിച്ചെടുക്കുന്നത്. അവർ പാർട്സ് കൊടുക്കും, അസംബിൾ ചെയ്യിച്ചെടുക്കും എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ആയിക്കൂടാന്ന് തോന്നി. അപ്പോൾ ആദ്യം ഒരു സ്ഥലത്ത് പരീക്ഷിച്ചു, അത് വിജയിച്ചു. അത് കണ്ടിട്ട് വേറെ ആളോട് ഓഫർ കൊടുത്തു. അവർക്കും കൊള്ളാം, നമുക്കും കൊള്ളാം. അപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു, അവരുടെ ഒരു അതൊക്കെ നമ്മുടെ ആൾക്കാരാണ്. അതായത് സൂപ്പർവൈസർ നമ്മുടെ ആളാണ്. അത് ഏത് ഭാഗത്തായിരുന്നു ആദ്യം? അത് കേരള ഒട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ വീടുകളിൽ വെച്ച് തന്നെ വീടുകളിലല്ല, അതിങ്ങനെ വിമൻ സൊസൈറ്റികളിലായിരുന്നു. അത് ഈ സൊസൈറ്റികളെ നേരത്തെ തന്നെയുണ്ട്, അവരെ ഏൽപ്പിക്കുക. അത് അവർ ഓൾറെഡി പായനെയ്ത്ത്, കൊട്ടനെയ്ത്ത് അങ്ങനത്തെ ചില വർക്കുകളൊക്കെ ചെയ്തിരുന്ന ചില പള്ളിയുടെ കീഴിലോ കോൺവെൻറ്റിൻ്റെ കീഴിലോ അല്ലെങ്കിൽ ചില മറ്റേ NSSൻ്റെ കീഴിലോ ഒക്കെയുള്ള അങ്ങനത്തെ സൊസൈറ്റികളുണ്ടല്ലോ, പണ്ടുണ്ടായിരുന്നു. അപ്പോൾ അവര് കൂടുതലും സ്ത്രീകളായിരുന്നു. അതെ, ഫുള്ളി സ്ത്രീകളായിരുന്നു. അവർക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ അത്. അത് ഏത് പീരീഡായിരുന്നു ശരിക്കും? അതൊരു 85 തൊട്ട് ഏകദേശം ഒരു 20 കൊല്ലത്തോളം അങ്ങനെ തന്നെയായിരുന്നു. പിന്നെയാണ് ബൾക്ക് പ്രൊഡക്ഷൻ വേണമെന്നുള്ളതിൽ വന്നപ്പോഴാണ് അത് പതുക്കെ കുറച്ച് കൊണ്ടുവന്നത്. ഇപ്പോഴും അത് പിന്നെ അന്ന് ഒരു ഗുണം കിട്ടി. അന്ന് ഇതിന് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് സംഗതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് തുടങ്ങിയതിന് ശേഷം തോന്നുന്നു ഈ വിമൻ സൊസൈറ്റികൾ റൂറൽ ഏരിയ ആണെങ്കിൽ സെൻട്രൽ എക്സൈസ് എക്സംപ്റ്റഡ് ആയിരുന്നു ഉണ്ടായിരുന്നു. അത് കുറേ നാളത് നിലനിന്നിരുന്നു. പിന്നീട് നിയമം മാറിയപ്പോൾ അവർക്കത് എക്കണോമിക്കലല്ലാതായി. എനിവേ, അല്ല, ഈ തൊഴിൽ സമരങ്ങളെ നേരിടുന്നതിനുള്ള ഒരു സ്ട്രാറ്റജി കൂടിയായിട്ട് അത് പരിണമിച്ചു, അങ്ങനെയാണോ? തീർച്ചയായിട്ടും ആ സമയത്ത് അത് ഗുണം ചെയ്തു. എങ്ങനെ ഈ സമരം സെറ്റിൽ ചെയ്തു? കുറേ നാളുകൾ ഉണ്ടായിരുന്നില്ലേ അത് ശരിക്കും? ഉണ്ട്. അതെ. ഇപ്പോഴത്തെ പല എത്ര നാള് നീണ്ടു വയസ്സായിട്ടുള്ള നേതാക്കൾക്കൊക്കെ ചരിത്രം അറിയാം. സമരമായിരുന്നു അല്ലേ? കുടിലൊക്കെ കെട്ടി നമ്മുടെ ഈ മാനുഫാക്ചറിങ് യൂണിറ്റ് അടയ്ക്കേണ്ടി വന്നു, അങ്ങനെയാണ്? അടയ്ക്കേണ്ടി വന്നു. ഇപ്പോൾ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പ്രൊഡക്ഷൻ എടുത്തു. അപ്പോൾ സമരം എന്നിട്ട് വീടിന്റെ മുന്നിലേക്ക് വ്യാപിച്ചു. പിന്നെ 2005-ലോ 2006-ലോ നമ്മുടെ ലോറിയുടെ മുകളിൽ കയറി നോക്കുകൂലിക്കെതിരെ ഒരു സമരം. അതൊരു ചെറിയ കാര്യം. അത് ആക്ച്വലി വി സ്റ്റാറിൻ്റെ ഒരു ഗോഡൗണിലായിരുന്നു ആ വിഷയം നടക്കുന്നത്. അപ്പോഴേക്കൊക്കെ എന്താ പറയുക, നമ്മൾ വളരെയധികം ഉയർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വ്യവസായിക്ക് പറ്റിയ ഒരു പ്രതിച്ഛായയാണെന്നൊരു സംഭവം, അങ്ങനെ എന്തെങ്കിലും തോന്നലുകൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും അഡ്വൈസ് ചെയ്തോ? അല്ലല്ല, നമുക്ക് അനീതി തോന്നിയാൽ എന്തുകൊണ്ട് സ്വരം ഉയർത്താൻ പാടില്ല? നമ്മളൊരു ബിസിനസ്സുകാരനാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പേടിച്ചാൽ എവിടെ പോയി വിളിക്കും എന്നുള്ളൊരു അതിൻ്റെ പ്രധാന ഒരു പ്രകോപനം ഉണ്ടായത് ആക്ച്വലി ഞങ്ങൾക്ക് അന്ന് ഇപ്പോഴും അതെ, ഈ ലോഡിങ് അൺലോഡിങ്ങിന് ഒരു ലേബർ കാർഡ് എടുക്കണമെന്നൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് അതിനനുസരിച്ച് അവിടെ ഗോഡൗണിൽ സ്റ്റാഫും ഉള്ളതാണ്. അപ്പോൾ അവരെ തൊടിയിക്കില്ല, അവരെ ഇറക്കാൻ സമ്മതിക്കില്ല. ഇത് ഈ സ്റ്റാറിൻ്റെ ഇതാണ്. അപ്പോൾ അത് സെഗ്രഗേറ്റ് ചെയ്യണം, അത് റീപാക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കുറേ ഡ്യൂട്ടികളും കൂടി അവർ തന്നെ ചെയ്യാനുണ്ട് ആ ജോലിക്കാർ. അപ്പോൾ അതിൽ ലോഡിങ് അൺലോഡിങ് ഇവർ ചെയ്യുമെന്ന് പറഞ്ഞ് തർക്കിച്ചു, സമ്മതിച്ചില്ല. അല്ല, എത്ര ദിവസം മുതലാളിക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ചു. അതെ. ഇത് മറ്റേ മരിച്ചുപോയ MM ലോറൻസ് ഒക്കെ വളരെ ആക്റ്റീവായിരുന്നു. അല്ല, അവരുമായിട്ട് എന്തെങ്കിലും സന്ധി സംഭാഷണത്തിന് ശ്രമിച്ചിരുന്നോ? പല സന്ധി സംഭാഷണങ്ങളും നടക്കാറുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് വിട്ടുവീഴ്ചകൾ ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. അപ്പം അത് നമ്മുടെ ഒരു റൈറ്റ് ആണ്, ആ റൈറ്റ് വിട്ടുകൊടുക്കില്ല. നാട്ടിലൊരു നിയമവ്യവസ്ഥയുണ്ടല്ലോ, അത് തെറ്റിക്കാൻ പറ്റില്ലല്ലോ. അന്ന് മറ്റ് വ്യവസായ ഗ്രൂപ്പുകളിൽ നിന്ന് അതിനൊരു സപ്പോർട്ട് കിട്ടിയിരുന്നു? അല്ല, അത് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതായത്
അവർക്കൊക്കെ ധാർമ്മിക പിന്തുണ തരാന്നല്ലാതെ ചേംബറും മറ്റൊന്നും ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അല്ല അതൊന്നും കാര്യമൊന്നുമില്ലെന്ന്. അല്ല അതായത് അല്ല അത് ഉണ്ട്. അല്ല അവർക്കൊരു പേടിയുണ്ടാവും അല്ലേ? അതെ, ഓരോരുത്തർക്കും അവരുടേതായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനകത്ത് ഒരേ നിലപാടായിരുന്നു. ആണല്ലോ. കാരണം ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ഇപ്പോൾ INTUC ഉണ്ട്, CITU ഉണ്ട്, BMS ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു അവരുടെ ഇതിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ. താല്പര്യങ്ങളൊന്നായിരുന്നു. താല്പര്യങ്ങളൊന്നായിരിക്കുമല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ നിന്ന് ഒരു വലിയ പിന്തുണ അങ്ങനെ ആ രീതിയിൽ കിട്ടിയിരുന്നു അന്ന്. അല്ല അതിപ്പോൾ നിങ്ങളെപ്പോലുള്ള പത്രങ്ങളൊക്കെ നമുക്ക് അനുകൂലമായിട്ട് എഴുതി. അപ്പോൾ അതെങ്ങനെ പൊലിപ്പിച്ചു. ഈ രാഷ്ട്രീയവും ബിസിനസ്സും തമ്മിൽ പറയുമ്പോൾ പലപ്പോഴും ഇതിനിടയിൽ ഒരു ലക്ഷ്മണരേഖയുണ്ട്, രാഷ്ട്രീയവും ബിസിനസ്സും കൂട്ടിക്കലർത്തേണ്ട എന്നൊരു ഫിലോസഫി താങ്കൾക്കുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നോക്കുമ്പോൾ അതായത് ഈ ക്രോണി ക്യാപിറ്റലിസം അല്ലെങ്കിൽ നമ്മൾ ചങ്ങാത്ത മുതലാളിത്തം എന്ന് വിളിക്കും, അല്ലെങ്കിൽ ദല്ലാൾ മുതലാളിത്തം എന്നൊക്കെ വിളിക്കും. ഈ ഭരണകൂടത്തിൻ്റെ ഇച്ഛയ്ക്കൊത്തു നീങ്ങുന്നു, അല്ലെങ്കിൽ ഭരണകൂടത്തെ കാര്യമായിട്ട് പിന്തുണച്ചിട്ട് അതിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റി വലിയ തോതിൽ വളരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെ കാണുന്നത്, ഈ ക്രോണി ക്യാപിറ്റലിസത്തെ എങ്ങനെ കാണുന്നത്? അത് ഈ കാര്യത്തിൽ അതിന് നമുക്ക് അഭിമാനമുള്ളവർക്ക് അത് എളുപ്പമല്ല. പ്രത്യേകിച്ച് എനിക്ക് അഭിമാനമല്ല ദുരഭിമാനം വരെയുള്ള ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ളവർക്കത് ശരിയാവില്ല. നമ്മളത് കാരണം കൊണ്ട് ഒരു ആനുകൂല്യങ്ങളും എവിടെന്നും പറ്റിയിട്ടില്ല. അത് കാരണം കൊണ്ട് സറണ്ടർ ചെയ്യാൻ തയ്യാറല്ല. ഇല്ല അത് കാരണം കൊണ്ട് ഇവിടെ മാട്ടെ എന്ന് പറഞ്ഞ ഭരണകൂടത്തിന്റെ ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടില്ല. ഇല്ല അത് ഇടക്കാലത്ത് മറ്റേ 2020 ആക്റ്റീവ് ആവുകയും, അപ്പോൾ അങ്ങനെ ശരിക്കും ഒരു രാഷ്ട്രീയ മോഹം എവിടെയെങ്കിലും ഒളിച്ച് കിടപ്പുണ്ടോ? അല്ല അത് ആ ഒരു ആശയത്തിനോടൊരു അനുകൂലമായിട്ട് തോന്നി. കാരണം കിഴക്കമ്പലത്ത് ചെന്ന് കാണുമ്പോൾ അയ്യോ ഇത് കൊള്ളാലോ, ഇത് ഒരു പഞ്ചായത്ത് ഇങ്ങനെ ശരിയാക്കാൻ പറ്റണമെങ്കിൽ മൊത്തത്തിൽ എല്ലാവർക്കും വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അതേ സമയത്ത് കേജ്രിവാൾ അവിടെയും ഇതേമാതിരി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു മാറ്റം നല്ലതാണെന്ന് തോന്നലുണ്ടായി. അപ്പോൾ കുറച്ച് നാൾ 2020 കൂടെയൊക്കെ ഒന്ന് പ്രവർത്തിച്ചു നോക്കി. പക്ഷേ പിന്നെ അത് നമുക്ക് പറ്റിയ പണിയല്ല എന്ന് മനസ്സിലായി. ആ എക്സ്പെരിമെന്റിൽ നിന്ന്, ആ പരീക്ഷണത്തിൽ നിന്ന് പതുക്കെ വേഗം പിന്മാറി. ഈ അരവിന്ദ് കെജ്രിവാളായിട്ട് എപ്പോഴെങ്കിലും ഒരു സംഭാഷണം നടത്തിയിരുന്നു? സംഭാഷണം നേരിട്ട് നടത്തിയില്ല, നടത്താനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ നമുക്ക് അതിനോട് ഒരു താല്പര്യം എന്തോ കുറഞ്ഞു പോയി. ആരെങ്കിലും രാജ്യസഭാ സീറ്റ് ആരെങ്കിലും ഓഫർ ചെയ്തിട്ടുണ്ടോ? ഓഫർ ചെയ്താലും പോവില്ല. കാരണം അല്ല, എറണാകുളം മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനായിട്ട് ലോക്സഭയിലേക്ക് അങ്ങനെ ഇല്ല അങ്ങനെ ഒരു വാഗ്ദാനങ്ങളൊന്നും വന്നിട്ടില്ല. ഇല്ല അത് ഉണ്ടെങ്കിലും നമുക്ക് താല്പര്യമില്ല. അപ്പോൾ രാഷ്ട്രീയവും ബിസിനസ്സും തമ്മിൽ ഇടകലർത്തേണ്ട എന്ന് തന്നെ ആ തീരുമാനം ഇപ്പോഴും ഉണ്ട്. അതാണ് നല്ലത്. പ്രത്യേകിച്ച് ഈ അഭിമാനമുള്ളവർക്കും അല്ലെങ്കിൽ ദുരഭിമാനമുള്ളവർക്കും അല്ലാത്തവർക്കൊക്കെ ആവാം. ഈ കിഴക്കമ്പലം മോഡലിനോട് എന്താണ് അഭിപ്രായം? അല്ല അത് തുടക്കത്തിൽ ഒരു എക്സാമ്പിൾ തന്നെ ആയിരുന്നല്ലോ, നല്ലൊരു വിജയമായിരുന്നല്ലോ. ഇപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എനിക്കറിയില്ല. ഈ കമ്പനികളുടെ CSR ഫണ്ടൊക്കെ ഈ പൊളിറ്റിക്കലി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് സാർ? അല്ല അതാ പറഞ്ഞത്, അതിൻ്റെ ഡീറ്റെയിലേക്ക് എനിക്കറിയില്ല. അപ്പോൾ V-Guard ഗ്രൂപ്പിൽ ഒരിക്കലും CSR ഫണ്ട് CSRന് മാത്രമേ ചിലവഴിക്കാൻ പാടുള്ളൂ. അത് ലിസ്റ്റഡ് കമ്പനികളാണ്, പുറത്തുനിന്നുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്, അവരെ മേൽനോട്ടമുണ്ട്. അതിനകത്തൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ വഴിവിട്ടിട്ടുള്ളൊരു പരിപാടിക്ക് നമുക്ക് താല്പര്യമില്ലാന്ന്. അപ്പോൾ ഒന്നുമല്ല, അത് നമ്മുടെ ഒരു വാല്യൂസ് ആൻഡ് എത്തിക്സിന് യോജിക്കാത്ത കാര്യങ്ങൾക്ക് നമുക്ക് ഇഷ്ടമില്ല. ഈ CSR വലിയ വിവാദമായിരിക്കുകയാണ്. CSR ഫണ്ട് പുറത്തുനിന്ന് കിട്ടും എന്ന് പറഞ്ഞിട്ട് ആളുകളുടെ നിന്ന് പണം പിരിച്ചിട്ട് സ്കൂട്ടർ കൊടുക്കാം, ലാപ്പ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ CSR തന്നെ ഒരു വലിയ വിവാദമായി മാറി. രണ്ട് കാര്യങ്ങളായി. ഈ മലയാളികൾ എന്താ പറയുക, എന്നെ പറ്റിച്ചോ എന്ന് ഇങ്ങോട്ട് നിന്ന് കൊടുക്കുകയെന്ന് എനിക്ക് തോന്നും ചിലപ്പോൾ. എന്തൊരു മണ്ടന്മാരാ. ഇത് ആലോചിച്ചറിയാൻ പാടില്ല. പകുതി വിലയ്ക്ക് കിട്ടുമ്പോൾ എന്തോ പ്രശ്നമുണ്ടല്ലോ അതിനകത്ത്. എന്തിനാണ് പകുതി വിലയ്ക്ക് അവർ തരണത് എന്നെങ്കിൽ ആലോചിക്കേണ്ടതായിരുന്നില്ലേ. CSR ഫണ്ടൊക്കെ അങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എല്ലാവർക്കും? ഇല്ല, ഉപയോഗിക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ V-Guardൽ വളരെ ആക്റ്റീവായിരുന്ന സമയത്തും V-Guard പബ്ലിക് ഇഷ്യൂ പോയ സമയത്തും ഇതേമാതിരി ഡൽഹിയിൽ നിന്ന് 2 പേര് വന്നു.
സോട്ടും കൂട്ടൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ചെയർമാനെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ ഏതായാലും ഡൽഹിയിൽ നിന്ന് വന്നവരല്ലേ, വരാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഇന്ന മിനിസ്റ്ററുടെ റിലേറ്റീവാണ്, ഇന്ന മിനിസ്റ്റർ റിലേറ്റീവാണ്, ഞങ്ങൾക്കൊരു ഒരു ഫൗണ്ടേഷനുണ്ട്. അപ്പോൾ ഫൗണ്ടേഷനിലേക്ക് അതിന് എല്ലാ അപ്രൂവൽസും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ CSR ഫണ്ട് നിങ്ങൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ട മൈലേജ് കിട്ടത്തക്ക കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരാം. അതായത് ബ്രാൻഡ് പ്രൊജക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ IPO സമയത്തായിരുന്നു. ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട്. ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു മാർജിൻ അവരെടുക്കുമായിരിക്കും. നമ്മൾ ചായ കൊടുത്ത് സ്ഥലം വിടാൻ പറഞ്ഞു. കേരളത്തിൻ്റെ വ്യവസായ അന്തരീക്ഷം കാര്യമായിട്ട് മാറിയിട്ടുണ്ട് എന്നിപ്പോൾ കരുതുന്നുണ്ടോ? അല്ല, കേരളത്തിൻ്റെ വ്യവസായ അന്തരീക്ഷം മാറിയത് ഇപ്പം ഭരിക്കുന്നവരുടെ മിടുക്കൊണ്ടൊന്നുമല്ല, അതൊരു നാച്ചുറൽ പ്രോസസ്സ്. അതായത് അപ്പോൾ 48 വർഷം മുമ്പത്തെ അനുഭവം എനിക്ക് തോന്നുമ്പോൾ അന്ന് ഇന്ത്യ വളരെ പരിമിതമായിരുന്നു. അതായത് ദാരിദ്ര്യം അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ GDP അല്ലെങ്കിൽ. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എല്ലാവരും എഡ്യൂക്കേറ്റഡായി, എല്ലാവരും എംപ്ലോയിഡായി. അത് കാരണം കൊണ്ട് കൂടുതൽ ഡിമാൻഡ് അല്ല റിക്വയർമെൻ്റായി. കേരളം വലിയൊരു കൺസ്യൂമർ സ്റ്റേറ്റ് അല്ലേ. എത്രയോ സർവീസ് ആക്ടിവിറ്റീസും അതിൻ്റെ അലൈഡായിട്ട് വേണം. ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോൾ ചെറുകിട സ്ഥാപനങ്ങൾ എത്രയോ പേര് സർവൈവ് ചെയ്യുന്നു. അതൊക്കെ മൊത്തത്തിൽ ഇന്ത്യ പ്രോഗ്രസ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള സ്റ്റേറ്റിൻ്റെ പോലെ ആയില്ലെങ്കിലും കേരളവും ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തല്ലോ. IT ഇൻഡസ്ട്രി ഇമ്പ്രൂവ് ചെയ്തു, ടൂറിസം ഇമ്പ്രൂവ് ചെയ്തു, പിന്നെ മറ്റേ ഹെൽത്ത് സെക്ടർ ഇമ്പ്രൂവ് ചെയ്തു. ഇതിനൊക്കെ അവരൊക്കെ പണം ഒഴുകുകയല്ലേ, അല്ലെങ്കിൽ വിക്രയം നടക്കുകയല്ലേ. അല്ല, ഈ കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റുകളിൽ അങ്ങനെ പങ്കെടുക്കാറില്ല? ഞാൻ പോകാറില്ലായിരുന്നു. അതിനോടൊരു ആ രീതിയിലൊരു താല്പര്യമില്ല അങ്ങനെ? ഇല്ല, നമുക്ക് ഇങ്ങനെ അവിടെ പോയിട്ട് ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ട് അല്ലല്ലോ ബാക്കി ഇതുവരെയ്ക്കുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ല, അങ്ങനെ ക്ഷണം കിട്ടാറുണ്ട്? ഉണ്ട്. നമ്മുടെ ഈ ഇടക്കാലത്ത് കിറ്റക്സിന് കേരളത്തിൽ നിന്ന് അവരിപ്പോഴും കേരളത്തിൽ തുടരുന്നുണ്ട്, പക്ഷേ അവരുടെ ഒരു യൂണിറ്റ് പുതിയൊരു യൂണിറ്റ് തെലങ്കാനയിലേക്ക് മാറ്റുന്നു. ആ ഒരു വിവാദത്തെ എങ്ങനെയാണ് കണ്ടത്? അല്ല, ആക്ച്വലി അതിനകത്ത് എന്താ തെറ്റ്? കാരണം നമ്മളൊരു ഇന്ത്യൻ പൗരനല്ലേ. അപ്പോൾ നമ്മൾ സിംഗിൾ പാസ്പോർട്ടല്ലേ ഉള്ളൂ. ആ പാസ്പോർട്ട് വെച്ചിട്ട് നമുക്ക് കാശ്മീർ വരെ പോകാമല്ലോ. അപ്പോൾ തന്നെയല്ല, ഇപ്പോൾ V-Guardന് എവിടെയൊക്കെയോ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. അത്രയും ഡിഫറെൻറ്റ് സ്റ്റേറ്റുകളിലുണ്ട്. ഇവരൊക്കെ എന്തുകൊണ്ട് നേരത്തെ തുടങ്ങിയില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം നമ്മളൊക്കെ നേരത്തെ തുടങ്ങിയവരാ മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ. പക്ഷെ കേരളത്തിൽ ഒരു ബിസിനസ് നടത്തി അതിനെ വിജയിപ്പിക്കാനാകുമെന്ന് തെളിയിച്ച ഒരാളാണ് താങ്കൾ. അതായത് പലരും ഈ പറഞ്ഞതുപോലെ കേരളം വിട്ടുപോയപ്പോഴും താങ്കൾ കേരളത്തിൽ തന്നെ ഉറച്ചു നിന്നു. മാത്രമേ ഇനിയും അങ്ങോട്ട് കേരളത്തിൽ തന്നെ ജീവിക്കാനാണ് ഇഷ്ടമെന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു മേന്മയായിട്ട്, മികവായിട്ട് എന്താ കാണുന്നത്? അല്ല, കേരളം എന്തൊക്കെ തന്നെയായാലും ഇത്രയും പച്ചപ്പും ശുദ്ധജലം 44 റിവേഴ്സാണ് ഉള്ളത്. ഇത്ര നല്ല ശുദ്ധജലം. ചുമ്മാ നമ്മൾ ബാംഗ്ലൂർ പോയാൽ തന്നെ രാവിലെ കുളിക്കുമ്പോൾ തലമുടിയാകെ ഈ ഹാർഡ് വാട്ടറാണ്. എല്ലാം കൊണ്ട് പ്രകൃതി ഭംഗി. പിന്നെ കമ്പാരിറ്റീവ്ലി ലോ ആൻഡ് ഓർഡർ ബെറ്ററാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ പ്രശ്നങ്ങളില്ലേ? ധാരാളമുണ്ട്. അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ മറ്റു സംസ്ഥാനങ്ങളിലുണ്ട്. അപ്പോൾ കേരളം പല വിധത്തിലും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അഴിമതിയുടെ കാര്യത്തിൽ കേരളം എങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? അല്ല, അഴിമതിയുടെ കാര്യത്തിൽ കേരളം കമ്പാരിറ്റീവ്ലി മറ്റു സംസ്ഥാനങ്ങളെക്കാളും കുറവാണെന്ന് ഞാൻ പറയും. ഇവിടെ നമ്മൾ സ്ട്രൈറ്റ് ലൈനിൽ കൂടെ പോവുകയാണെങ്കിൽ, അതായത് നേർവഴിക്ക് പോകുന്നവർക്ക് കാര്യമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ബിസിനസ്സുകാർ, അതായത് പ്രത്യേകിച്ച് മലയാളി ബില്യനേഴ്സ് മിക്കവരും കേരളത്തിന് പുറത്താണ് സെറ്റിൽഡ് ആയിട്ടുള്ളത്. ഇവിടെ കേരളത്തിലൊരു വീടുണ്ടാവുമെങ്കിലും അവർ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ദുബായിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിലൊക്കെയാണ്. അല്ല, എന്തുകൊണ്ടാണ് ഇവിടെ തന്നെ? ഞാനൊരു നാട്ടിൻപുറത്തുകാരനാണ്. നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ തന്നെയും കേരളത്തിൽ തന്നെ ജനിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ല, ചിലവർക്ക് അത് മതിയാവില്ലായിരിക്കാം.
അല്ല ഈ നമ്മൾ നേരത്തെ ഈ തൊഴിൽ സംഘടനകൾ, തൊഴിലാളി രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ കേരളത്തിൽ വാസ്തവത്തിൽ ഈ തൊഴിൽ ജനതയുടെ ഒരു ജീവിത നിലവാരം ഉയർത്തുന്നതിൽ തൊഴിലാളി സംഘടനകൾ കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. തൊഴിലാളി സംഘടനകളുടെ ഇടപെടൽ കൊണ്ടാണ് വാസ്തവത്തിലൂടെ ഈ കേരളത്തിലാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ മിനിമം കൂലിയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ തൊഴിലാളി സംഘടനകൾ ആ രീതിയിൽ ഒരു ക്രിയാത്മകമായ ഒരു റോള് വഹിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും. അതായത് ആ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ, തൊഴിലാളികളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ ആനുകൂല്യങ്ങളും അവരുടെ അവകാശങ്ങളും ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അവരുടെ സൈഡിൽ നിന്ന് ആ ചിന്തിക്കും. ഒരു ലേബല് കേരളത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അല്ല, ആ ലേബിൾ കേരളത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജീവിത നിലവാരം കൂടി, ഇവിടുത്തെ മിനിമം വേജസ് കൂടി, മൊത്തത്തിൽ വേജസ് കൂടി. അതുകൊണ്ട് എന്തുണ്ടായി? അതുകൊണ്ടല്ലേ ഇപ്പോൾ കേരളം ഒറീസക്കാർക്ക് ഗൾഫല്ലേ, അതെ. ബംഗാളികൾക്ക് അവരുടെ ഗൾഫ് കേരളമല്ലേ, ഏറ്റവും കൂലി കിട്ടുന്ന സ്റ്റേറ്റ് കേരളമല്ലേ, പിന്നെ മനുഷ്യാവകാശങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി പ്രൊട്ടക്റ്റഡ് ആവുന്നത് കേരളമാണല്ലോ. 70കളിലാണല്ലോ ഇപ്പോൾ വിഗാർഡിൻ്റെ ഒരു പ്രവർത്തനം തുടങ്ങുന്നത്. ആ സമയത്ത് തന്നെയാണ് കേരളത്തിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ഈ നക്സൽ മൂവ്മെൻറ്റ് ശക്തമായിട്ട് ഇവിടെ വലിയ സമരങ്ങൾ ഉണ്ടാകുന്നു. അതേ സമയത്ത് തന്നെയാണ് ഒരു ഗൾഫ് ബൂമും സംഭവിക്കുന്നത്. ഈ ഗൾഫ് ബൂം വാസ്തവത്തിൽ വിഗാർഡിൻ്റെ വളർച്ചയെ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഞാനത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി 80s-ലും 90s-ലും കേരളത്തിൽ അഭൂതപൂർവമായിട്ട് ഗൾഫ് ബൂമുണ്ടായി. ഇതുമാതിരി വിദേശത്ത് ജോലി ചെയ്യുന്നു, പണം അയക്കുന്നു, വീടുകളിൽ റെഫ്രിജറേറ്റർ വാങ്ങിക്കുന്നു. അതൊരു വല്ലാത്തൊരു ചേഞ്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗുണം നമുക്കും കിട്ടി സ്റ്റെബിലൈസറിൻ്റെ കാര്യത്തിൽ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ 85-ലൊക്കെയാണ് TV ആദ്യമായിട്ട് ഇവിടെ വരാൻ തുടങ്ങിയത്, TV. അപ്പോൾ അതിനും സ്റ്റെബിലൈസർ വേണം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഗൾഫുകാർ വീട്ടിൽ AC വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അതിനും സ്റ്റെബിലൈസർ വേണം. അല്ല, അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് ഒന്നുകൂടി വരികയാണ്. ഈ തൊഴിൽ സംഘടനകളെയും പ്രസ്ഥാനങ്ങളെയും കുറിച്ച് പറഞ്ഞ ആ വിഷയം ഒന്നുകൂടി പരാമർശിക്കുന്നു. വിഗാർഡിൻ്റെ ഏതെങ്കിലും തൊഴിൽശാലകളിൽ ലേബർ യൂണിയനുകളുണ്ടോ? ഇല്ല. എങ്ങനെ സംഭവിച്ചത്? അത് അവരോട് ചോദിക്കണം. അല്ല, അവിടെ ആദ്യം തുടക്കത്തിൽ ഏതെങ്കിലും തൊഴിലാളി പ്രസ്ഥാനം യൂണിറ്റ് ഉണ്ടാക്കിയിരുന്നു? ആദ്യം ഞാൻ പറഞ്ഞിരുന്നില്ല, ആദ്യം പ്രശ്നം ഉണ്ടായി. അതിൽ യൂണിയനുകൾ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അതിന് ശേഷമായിരിക്കണം അവരുടെ ഇടയിലൊരു ബോധോദയം ഉണ്ടായിട്ടുണ്ടാവണം. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും ആയിരക്കണക്കിന് ജോലിക്കാരുള്ളപ്പോൾ എന്തുകൊണ്ട് യൂണിയൻ ഫോം ആവുന്നില്ല എന്ന് എനിക്ക് തന്നെ അത്ഭുതം. അങ്ങനെ ഒരു ഇഷ്യൂലേക്ക് പോകാതെ അവരുടെ കാര്യങ്ങൾ വേഗം സെറ്റിൽ ചെയ്യുന്നതുകൊണ്ടാണോ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ സ്ഥാപനം വളരുകയാണെങ്കിൽ അവർക്കും അതിൻ്റെ ഗുണം കിട്ടണമല്ലോ, അവർക്കും അതിൻ്റെതായ നേട്ടങ്ങൾ കിട്ടണമല്ലോ. ഇപ്പോൾ അവർക്ക് തൊഴിലാളികൾക്ക് ഇപ്പോൾ അവിടെ ഒരു തൊഴിലാളി സംഘടനകളില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ തൊഴിലാളികളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരെങ്ങനെയാണ് അത് ഉയർത്തുന്നത്? അതിനുള്ള ഒരു സെറ്റപ്പ് അവിടെ ഉണ്ട്. കാരണം ഒരു വലിയൊരു HR ഹ്യൂമൻ റിലേഷൻ HR ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഗ്രീവൻസ് സെല്ലുണ്ട്. ഇവർക്ക് വേണമെങ്കിൽ അവരുടെ സീനിയേഴ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും പരാതി വേണമെങ്കിൽ അനോണിമസ് ആയിട്ട് അയച്ചാൽ പോലും അത് പരിഗണിക്കുന്ന, അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഈ ഊമക്കത്ത്, അനോണിമസ് എന്ന് പറയുമ്പോൾ പേര് വെക്കാതെ എഴുതിയാൽ അത് ആർക്ക് എഴുതുന്നത്? അതിന് നമുക്കൊരു ഇമെയിൽ ID ഉണ്ട്. അതിലേക്ക് അയച്ചിട്ടാൽ ഇന്നാൾ ഇങ്ങനത്തെ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കണ്ണ് അവിടേക്ക് അന്വേഷിക്കാനായിട്ടുള്ള അതിന് പറ്റിയ ആളുകളുണ്ട്. അല്ല, ഈ ഗ്രൂപ്പ് അധ്യക്ഷൻ എന്നുള്ളതിലേക്ക് തൊഴിലാളികളുമായിട്ട് ഒരു പേഴ്സൺ ടു പേഴ്സൺ അല്ലെങ്കിൽ ആ പേഴ്സണൽ ലെവലിൽ ഇപ്പോഴും ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ടോ? അത് സാധിക്കില്ല. കാരണം ആയിരക്കണക്കിന് വരുമ്പോൾ. അപ്പോൾ ഞാൻ തൊഴിലാളികളുണ്ട്. അപ്പോൾ വിഗാർഡ് ഗ്രൂപ്പിൽ എല്ലാം കൂടി വേണമെങ്കിൽ മോർ ദാൻ 6000+ ഒക്കെ ഉണ്ടാകുമായിരിക്കും. അപ്പോൾ ഞാൻ നമ്മുടെ മാനേജേഴ്സിനോട് പറയാറുള്ളത്, എനിക്ക് ആസ് ഒരു ഇൻഡിവിജ്വൽ എനിക്ക് മാക്സിമം ഒരു 10-25 പേരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഫ്രീക്വൻ്റ് ആയിട്ട്. അത് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യും അവരായിട്ട്. പക്ഷെ അതുപോലെ നിങ്ങൾ തൊട്ട് താഴെയുള്ള നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള 25 പേരെ നിങ്ങൾ കവർ ചെയ്തോളണം. അതുപോലെ ഇപ്പോൾ ഒരു സൂപ്പർവൈസർ ആണെങ്കിൽ ആ സൂപ്പർവൈസർ വേണം, അടുത്ത അയാളുടെ ഗണത്തിലുള്ള, അങ്ങനെയാണല്ലോ പറ്റുള്ളൂ. അല്ലാതെ
ഒരു വികേന്ദ്രീകൃത രീതി. നമ്മളിപ്പോൾ എന്താണ് കേഡർ പാർട്ടി എന്നൊക്കെ പറയുന്ന മാതിരി ഒരു വികേന്ദ്രീകരണം. അല്ല, എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും കേട്ടോ. അല്ലാതെ ഇപ്പോൾ ഈ ഗാർഡനും അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടർലയ്ക്കൊക്കെ പലയിടത്തും പ്രൊഡക്ഷനും അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റും ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെയല്ലേ നടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. അല്ല, ഇടയ്ക്ക് ഈ ഡൈവേഴ്സിഫിക്കേഷൻ വന്നു. ഇപ്പോൾ വണ്ടർല പോലുള്ള മറ്റ് സംരംഭങ്ങളിലേക്ക് നീങ്ങി. പിന്നെ ഡെവലപ്പിംഗ് വീഗാലാൻഡ് ഡെവലപ്പേഴ്സ് വന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ IT പോലുള്ള മേഖലകളിലേക്ക് കിടക്കാതിരുന്നത്? അതായത് ഞാൻ പഠിച്ചിരുന്ന കാലത്ത്, കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് IT കേരളത്തിലെ ഒരു സബ്ജക്റ്റേ ആയിരുന്നില്ല. ഇലക്ട്രോണിക്സ് ഉണ്ടായിരുന്നുള്ളൂ. IT പിന്നീടാണ് IT വന്നത്. അപ്പോൾ ഞാൻ IT പിന്നീട് സ്വല്പം പഠിച്ചെടുത്ത ഒരാളാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതെല്ലാം പറഞ്ഞിട്ട് വേണമെന്നല്ല തുടങ്ങാനായിട്ട്. പക്ഷേ നമുക്ക് അല്ലാതെ തന്നെ ധാരാളം മേഖലകളുണ്ടല്ലോ. അതും ആവശ്യമുള്ള മേഖലകൾ ഇനിയും കിടക്കുന്നു. അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് എങ്ങനെയാണ് ശരിക്കും വരുന്നത്? അതും ഒരു എന്താ പറയുക, അതൊരു അപ്പോഴേക്കും വീഗാർഡ് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. അത് വീഗാർഡൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടൊരു 10-20 വർഷത്തിന് ശേഷമാണ് അമ്യൂസ്മെൻറ്റ് പാർക്കിനെ പറ്റി ചിന്തിക്കുന്നത്. അതിന് കാരണം യാത്രകൾ തന്നെയാണ്. കാരണം നമ്മൾ ആ സമയമൊക്കെ ആയപ്പോഴേക്കും സാമ്പത്തികമായിട്ട് ബെറ്ററായി. ഇടയ്ക്കിടയ്ക്ക് വിദേശ യാത്രകൾ നടത്തും. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പോൾ അവരെയും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വിദേശത്തുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കുകളിൽ പോകുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട്, ഇതുപോലെ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലൊരു സൗകര്യമില്ല, എന്തുകൊണ്ടായിക്കൂടാ. അങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം. അത് 2000-ലാണ് അത് ആദ്യത്തെ കൊച്ചിയിൽ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. 25 വർഷം മുമ്പായിരുന്നു. അല്ല, അതിൽ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നത് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായത് അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ചെറിയൊരു അപകടമുണ്ടായി. അന്ന് എന്താണ് താങ്കൾ ഈ തിരുവനന്തപുരത്തെ ഒരു വഴി തടയൽ സമരം, വഴി തടഞ്ഞുകൊണ്ടുള്ള സമരം നടന്നു കഴിഞ്ഞപ്പോൾ അതിനെതിരെ പ്രതികരിച്ച ഒരു സ്ത്രീക്ക് താങ്കൾ പാരിതോഷികം പ്രഖ്യാപിക്കുന്നു. അതേസമയം എന്താ പറയുന്നത്, ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ നടന്ന അപകടവുമായിട്ട് ബന്ധപ്പെട്ട് ആ വ്യക്തിക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ ഒരു യാഥാർത്ഥ്യം? അല്ല, അതായത് അവിടെ ഒരു അപകടം ഉണ്ടായതിനെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് പോലീസ് ഇൻവെസ്റ്റിഗേഷനൊക്കെ ഉണ്ടായതാണ്. അത് അയാളുടെ ഒരു മിസ്റ്റേക്കിൽ വന്നതാണ്. പക്ഷെ എന്നിട്ട് നമ്മളൊരു കോമ്പൻസേഷനൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ നമ്മൾ ആ കോമ്പൻസേഷൻ കൊടുത്തത് അതൊരു ആയുധമാക്കിയിട്ട് വീണ്ടും അത് പോരാന്ന് പറഞ്ഞിട്ടുള്ളൊരു കേസായിരുന്നു. എനിവേ, റെക്കോർഡ്സ് എല്ലാം ഓൾറെഡി ഉള്ളതാണ്. കൊടുത്ത എമൗണ്ട് പോരാ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു തർക്കമായിരുന്നു. ആ സമയത്തായിരുന്നു മറ്റത് നടക്കുന്നത്. അത് രാഷ്ട്രീയം കൊണ്ടൊന്നല്ല. ഒന്ന് മറ്റേ ക്ലിഫ് ഹൗസ് ഉപരോധം ഒക്കെ വന്നപ്പോൾ നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ തോന്നി. ഇതെന്തൊരു അനീതിയാണ്, ഇത് നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കില്ലേ. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് പേപ്പറിൽ ഒരു സ്ത്രീ കയറി അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നു. എന്നാൽ നമ്മളും അതിനൊരു തിരി കൊളുത്തി. അപ്പം അതിനൊരു മറുതിരി കൊളുത്തി. അതായിരുന്നു.